മെഡിക്കൽ ടേംസ് മെഡിസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ യൂറിനറി സിസ്റ്റമാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. സോ ഇന്ന് യൂറിനറി സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്, യൂറിൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം കിഡ്നീസിൻ്റെ അല്ലെങ്കിൽ ഈ യൂറിനറി സിസ്റ്റത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് ഈ യൂറിൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. അതായത് യൂറിൻ ഫോർമേഷനിൽ കൂടി എക്സാക്ട്ലി നടക്കുന്നത് നമ്മുടെ ബ്ലഡിലുള്ള ചില പ്രത്യേകതരം വേസ്റ്റ് മെറ്റീരിയൽസിനെ നൈട്രോജനസ് വേസ്റ്റ് എന്ന് പറയും. അത്തരത്തിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസിനെ യൂറിക് ആസിഡ്, ക്രിയാറ്റിനിനൊക്കെ പോലെയുള്ള വേസ്റ്റ് മെറ്റീരിയൽസിനെ ബ്ലഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ബ്ലഡിൽ ഈ ഇത്തരത്തിലുള്ള ടോക്സിക് സബ്സ്റ്റൻസസ് അധികമാവാതെ നോക്കുന്നു. കിഡ്നി 24 hours ഈ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ബ്ലഡിൽ എപ്പോഴും യൂറിക് ആസിഡ് ആൻഡ് ക്രിയാറ്റിനിൻ പോലെയുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് എപ്പോഴും നോർമൽ ലെവലിൽ തന്നെ നിൽക്കുന്നത്. അത് അധികമായാൽ നമ്മുടെ പല ഓർഗൻസിനും അത് വളരെയധികം ടോക്സിക് ആണ്. അപ്പോൾ എപ്പോഴും 24 hours ഈ ഒരു കാര്യം കിഡ്നി ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് യൂറിൻ ഫോർമേഷൻ നടക്കുന്നത്. ഓക്കെ, ഈ പറഞ്ഞ വേസ്റ്റ് മെറ്റീരിയൽസിനെയൊക്കെ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് കിഡ്നി പുറത്തേക്ക് കളയുന്നത്. സോ നമ്മൾ അതിനെപ്പറ്റിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ യൂറിൻ ഫോർമേഷൻ കിഡ്നിയിൽ നടക്കുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും. നെഫ്രോൺസ് എന്ന് പറയുന്ന വളരെ ചെറിയ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള യൂണിറ്റുകളിലാണ്. നെഫ്രോൺസ് എന്ന് നമ്മൾ ജനറലി പറയും. അവരാണ് കിഡ്നിയുടെ ഓരോ ഫങ്ഷണൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. സോ ആ നെഫ്രോൺസിൻ്റെ സ്ട്രക്ചറും പിന്നെ അതേപോലെ എങ്ങനെയാണ് യൂറിൻ ഫോം ചെയ്യുന്നത്, അതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്സും ഒക്കെയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം ഈ കിഡ്നിയിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന ആർട്ടറിയെ ഒന്ന് ജസ്റ്റ് കാണാം. നമുക്കറിയാം അയോട്ട എന്ന് പറയുന്ന ലാർജസ്റ്റ് ആർട്ടറി ഓഫ് ദ ബോഡിയാണ്. നമുക്ക് ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്യുന്നു, ബോഡിയിൽ എല്ലായിടത്തേക്കും എത്തിക്കുന്നു. ഓക്കെ, അയോട്ട റൈസസ് ഫ്രം ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ അല്ലേ. എന്നിട്ട് അയോട്ടയുടെ ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഒരു തൊറാസിക് അയോട്ട എന്ന് പറയും, ഡയഫ്രത്തിൻ്റെ മുകളിലുള്ള ഭാഗം. താഴെയുള്ള ഭാഗമാണ്, ഡയഫ്രത്തിന് താഴെ ഇരിക്കുന്ന ഭാഗമാണ് നമ്മൾ അബ്ഡോമിനൽ അയോട്ട എന്ന് പറയും. ഓക്കെ, സോ ഈ അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ കൂടി വരുന്ന അയോട്ടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ബ്രാഞ്ചുകളാണ് റീനൽ ആർട്ടറീസ് എന്ന് പറയും. റൈറ്റ് റീനൽ ആർട്ടറിയും ലെഫ്റ്റ് റീനൽ ആർട്ടറിയും. ഓരോ റീനൽ ആർട്ടറിയും അതാത് കിഡ്നിക്കാണ് ബ്ലഡ് സപ്ലൈ ചെയ്യുക. സോ ഇവിടെ നമുക്ക് കാണാം. സോ അയോട്ടയിൽ നിന്ന് പുറത്തേക്ക് എമർജ് ചെയ്യുന്ന, ഇതിപ്പോൾ ഞാൻ വരച്ചിരിക്കുന്നത് ലെഫ്റ്റ് കിഡ്നിയാണ്. സോ ലെഫ്റ്റ് കിഡ്നിയിലേക്ക് വരുന്ന റീനൽ ആർട്ടറിയാണത്. ഓക്കെ, സോ അയോട്ടയുടെ ഡയറക്റ്റ് ബ്രാഞ്ച് ആയിട്ടുള്ള റീനൽ ആർട്ടറിയിൽ വളരെ ഹൈ പ്രഷറിലായിരിക്കും ബ്ലഡ് എപ്പോഴും ഒഴുകുക. ഓക്കെ, ആ റീനൽ ആർട്ടറിയിൽ നിന്ന് ബ്ലഡ് ഈ ഹൈ പ്രഷറിൽ ഒഴുകി വരുന്ന ബ്ലഡാണ് കിഡ്നിയിലേക്ക് എത്തുന്നത്. ഓക്കെ, 2 കിഡ്നിയിലേക്കും ഓരോ കിഡ്നിയിലേക്കും ഓരോ റീനൽ ആർട്ടറിയാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, സോ ഈ ഒരു റീനൽ ആർട്ടറി കിഡ്നിയുടെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അത് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എല്ലാ ഓർഗൻസിനും അങ്ങനെയാണ് അല്ലേ. നമ്മൾ ഓരോ ഓർഗനിലേക്ക് ഒരു ആർട്ടറി ബ്ലഡ് സപ്ലൈ ചെയ്യുന്നു, എങ്ങനെയായിരിക്കും ആ ഒരു ഓർഗൻ അകത്ത് കയറി കഴിഞ്ഞാൽ ദാറ്റ് ആർട്ടറി വിൽ ബി ഡിവൈഡിങ് ആൻഡ് ഫോമിങ് സ്മോൾ ബ്രാഞ്ചസ്, ആർട്ടീരിയോളുകൾ എന്ന് പറയും അല്ലേ. ആർട്ടറി വിൽ ബി കണ്ടിന്യൂയിങ് ദ ഡിവിഷൻ ഇൻറ്റു ആർട്ടീരിയോൾസ്. അപ്പോൾ ആദ്യം വലിയ ആർട്ടീരിയോൾസ് ആയിരിക്കും, പിന്നീട് അത് ചെറിയ ആർട്ടീരിയോൾസ് ആവും. സോ അതേപോലെ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. റീനൽ ആർട്ടറി വൺസ് ഇറ്റ് ഇസ് എൻട്രിങ് ത്രൂ ദ ഹൈലം, ഇതാണ് നമ്മൾ ഹൈലം ഓഫ് കിഡ്നി എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു സ്ട്രക്ചേഴ്സ് കിഡ്നിയിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ആ ഒരു ഏരിയ. സോ ഈ ഹൈലത്തിൽ കൂടി റീനൽ ആർട്ടറി അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡിവൈഡിങ് ആൻഡ് സബ്ഡിവൈഡിങ് ആൻഡ് ഫോമിങ് ദീസ് ആർട്ടീരിയോൾ സിസ്റ്റം. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്തുണ്ടാകുന്ന ആർട്ടീരിയോൾസിൽ ഏറ്റവും ചെറിയ ആർട്ടീരിയോൾസ് ആണ് നമ്മൾ ഈ കിഡ്നിയുടെ കോർട്ടെക്സിൽ ഉണ്ടാവുക. നമുക്കറിയാലോ, കിഡ്നിയുടെ കോർട്ടെക്സ് ആണ് ഈ പുറത്ത് ഈ പെരിഫറി എന്ന് പറയുന്ന ഭാഗം. ഞാൻ ഈ സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചേക്കുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള ഭാഗത്തെയാണ് നമ്മൾ മെഡുല്ല എന്ന് പറയും. സോ ദിസ് ഇസ് ദ കോർട്ടെക്സ് ആൻഡ് ദിസ് ഇസ് ദ മെഡുല്ല. സോ ഈ കോർട്ടെക്സിൻ്റെ ഭാഗത്തേക്ക് ഏറ്റവും പുറത്തേക്കാണല്ലോ കോർട്ടെക്സ് ഇരിക്കുന്നത്. സോ കോർട്ടെക്സിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും ആണ് ഏറ്റവും ചെറിയ ഡിവിഷൻസ്, റീനൽ ആർട്ടീരിയോൾസ് തന്നെ ഏറ്റവും ചെറിയ ആർട്ടീരിയോൾസ്, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ആർട്ടീരിയോൾസ് എവിടെയാണ് ഉണ്ടാവുക? കോർട്ടെക്സിലാണ്. കാരണം നമ്മളിത് അങ്ങോട്ട് പോകുന്തോറും സൈസ് വിൽ ബി ഡിക്രീസിങ്. ഓക്കെ, ചെറിയ ആർട്ടീരിയോളുകളായിട്ട് മാറും. സോ ദ സ്മോളസ്റ്റ് ആർട്ടീരിയോൾസ് യു ക്യാൻ ഫൈൻഡ് ഇൻ ദ കോർട്ടെക്സ്. ഓക്കെ,
അപ്പോൾ ഈ ആർട്ടീരിയോൾസ്, ഇതിൽ ഓരോ ആർട്ടീരിയോളും ഞാനിപ്പോൾ പറഞ്ഞ പോലെ കോർട്ടിക്സിലുള്ള ഓരോ ആർട്ടീരിയോളും, കോർട്ടിക്സിലേക്ക് എത്തി നിൽക്കുന്ന ബ്ലഡുമായിട്ട് വരുന്ന ആ ഓരോ സ്മോൾ ആർട്ടീരിയോളും ഫൈനലി കോർട്ടിക്സിൽ ഫോം ചെയ്യുന്ന ഒരു പ്രത്യേക സ്ട്രക്ചറാണ് നമ്മൾ ഗ്ലോമറുലസ് എന്ന് പറയും. ഗ്ലോമറുലസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ബോൾ ഷേപ്പിൽ, ഒരു ടൈനി ബോളിൻ്റെ ഷേപ്പിൽ, മൈക്രോസ്കോപ്പിക് ആണ്. സോ ആ ഒരു ബോൾ ഷേപ്ഡ് ഒരു ബഞ്ച് ഓഫ് ക്യാപ്പിലറികളാണ്. ഓക്കെ, നമുക്കറിയാലോ പൊതുവേ ആർട്ടീരിയോൾസ് എല്ലാം അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒരു മൈക്രോ സർക്കുലേഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആർട്ടീരിയോൾ ഫൈനലി ഡിവൈഡ് ചെയ്ത് ഉണ്ടാകുന്നത് ഒരു ക്യാപ്പിലറിയുടെ ഒരു നെറ്റ്വർക്ക് ആയിരിക്കും. ആ ക്യാപ്പിലറികൾ പിന്നീട് യുണൈറ്റ് ചെയ്തിട്ടാണ് വെന്യൂൾസ് ആവുക. സോ വെന്യൂൾസ് തന്നെ പല ഭാഗത്തു നിന്നും യുണൈറ്റ് ചെയ്ത് ഒരു വെയിൻ ആവുന്നു. വെയിൻ വിൽ ബി ക്യാരിയിങ് ദ ബ്ലഡ് ബാക്ക് ടു ദ ഹാർട്ട്. അങ്ങനെയാണ് പൊതുവേ നമ്മുടെ ഒരു മൈക്രോ സർക്കുലേഷൻ. പക്ഷെ കിഡ്നിയിൽ അതിന് ചില വ്യത്യാസങ്ങളുണ്ട്. കിഡ്നിയിലെ ആ ഒരു വാസ്കുലർ സിസ്റ്റത്തിന് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ റീനൽ ആർട്ടീരിയോൾ, ഈ കോർട്ടിക്സിൽ ഇരിക്കുന്ന റീനൽ ആർട്ടീരിയോൾസ് ക്യാപ്പിലറികളാവുന്നു. പക്ഷെ സാധാരണ പോലത്തെ ഒരു ക്യാപ്പിലറി സിസ്റ്റം അല്ല കിഡ്നിയിൽ ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഒരു ബോൾ ഷേപ്പിലുള്ള ഒരു ബഞ്ച് ഓഫ് ക്യാപ്പിലറികളായിട്ട് ഈ ഒരു ആർട്ടീരിയോൾ മാറുന്നു. ഓക്കെ, ആ ബഞ്ച് ഓഫ് ക്യാപ്പിലറീസ് ഫോം ചെയ്തതിന് ശേഷം ഈ ആർട്ടീരിയോൾ വീണ്ടും പഴയ പോലെ കണ്ടിന്യൂ ചെയ്യും. അതാ ഞാൻ പറഞ്ഞ ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സിസ്റ്റമാണെന്നാണ്, വാസ്കുലർ സിസ്റ്റം. ഓക്കെ, സാധാരണ എല്ലാ ഓർഗൻസിലും ഒരു ആർട്ടീരിയോൾ വന്നു കഴിഞ്ഞാൽ അത് ഒരു നെറ്റ്വർക്ക് ഓഫ് ക്യാപ്പിലറികൾ ഉണ്ടാക്കും. ആ നെറ്റ്വർക്ക് ഓഫ് ക്യാപ്പിലറീസ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നത് വെന്യൂൾസ് ആയിട്ടായിരിക്കും. ഇവിടെ അങ്ങനെയല്ല, ഒരു ആർട്ടീരിയോൾ ആയിട്ട് വന്ന് അത് ഒരു ബഞ്ച് ഓഫ് ക്യാപ്പിലറീസ് നോൺ ആസ് ഗ്ലോമറുലസ് ഫോം ചെയ്തു. തിരിച്ച് വീണ്ടും ആ ക്യാപ്പിലറികളെല്ലാം കൂടെ യുണൈറ്റ് ചെയ്ത് അഗെയിൻ ഒരു ആർട്ടീരിയോൾ ആയിട്ട് കണ്ടിന്യൂ ചെയ്യും. സോ എപ്പോഴും നമ്മൾ ഈ ഗ്ലോമറുലസ് ഫോം ചെയ്യുന്നതിന് മുന്നേയുള്ള ആർട്ടീരിയോൾ, ഇതെല്ലാം കോർട്ടിക്സിലാണ് ഉള്ളത്. സോ ഒരു ഗ്ലോമറുലസിലേക്ക് ബ്ലഡുമായിട്ട് വരുന്ന ആ ആർട്ടീരിയോളിനെ നമ്മൾ എഫറൻറ്റ് ആർട്ടീരിയോൾ എന്നാണ് വിളിക്കുക. തിരിച്ച് ആ ഗ്ലോമറുലർ ക്യാപ്പിലറീസ് യുണൈറ്റ് ചെയ്ത് വീണ്ടും അവിടുന്ന് പോകുന്ന, ബ്ലഡുമായിട്ട് പോകുന്ന ആർട്ടീരിയോളിനെ എഫറൻറ്റ് എന്ന് വിളിക്കും. അതായത് എഫറൻറ്റ് എന്നുള്ള വേർഡിൻ്റെ അർത്ഥം എപ്പോഴും ക്യാരിയിങ് ടുവേർഡ്സ് എ സെൻറ്റർ എന്നാണ്. ആൻഡ് ഇഫറൻറ്റിൻ്റെ അർത്ഥം ക്യാരിയിങ് എവേ ഫ്രം എ സെൻറ്റർ എന്നാണ്. ഈ വേർഡ്സ് നമ്മൾ നെർവസ് സിസ്റ്റം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എഫറൻറ്റ് സെൻസറി നെർവുകളെയാണ് നമ്മൾ എഫറൻറ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് ദേ ക്യാരി ദ ഇമ്പൾസസ് ടുവേർഡ്സ് നെർവസ് സിസ്റ്റം, CNS, സെൻട്രൽ നെർവസ് സിസ്റ്റം. ഇഫറൻറ്റ് എന്ന് പറയുന്നത് മോട്ടോർ നെർവുകളാണ്. ദേ ക്യാരി ദ ഇമ്പൾസസ് എവേ ഫ്രം ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. അപ്പോൾ അത് അവിടെ നമ്മളന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഇവിടെ പക്ഷേ ബ്ലഡ് ആണെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ദ എഫറൻറ്റ് ആർട്ടീരിയോൾ വിൽ ബി ക്യാരിയിങ് ബ്ലഡ് ടു ദ ഗ്ലോമറുലസ്. ഓക്കെ, റീനൽ ആർട്ടറിയുടെ കണ്ടിന്യൂവേഷൻ ആണിത്. അപ്പോൾ ആ ബ്ലഡുമായിട്ട് ഗ്ലോമറുലസിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന ആർട്ടീരിയോളിനെ നമ്മൾ എഫറൻറ്റ് ആർട്ടീരിയോൾ എന്നും, അവിടുന്ന് തിരിച്ച് വീണ്ടും ബ്ലഡ് കളക്ട് ചെയ്ത് ബ്ലഡ് ക്യാപ്പിലറിയിലുള്ള ബ്ലഡ് പിന്നീട് ഒഴുകുന്നത് ഇഫറൻറ്റ് ആർട്ടീരിയോൾ വഴിയായിരിക്കും. ആൻഡ് ദെൻ ഇഫറൻറ്റ് ആർട്ടീരിയോൾ പിന്നെയുള്ള സിസ്റ്റമൊക്കെ നമ്മുടെ നോർമലി ഓർഗൻസിലുള്ളത് പോലെ തന്നെയാണ്. നമ്മുടെ ബോഡി, നമ്മുടെ ടിഷ്യൂസിലൊക്കെ കാണുന്ന പോലെ ഈ ഇഫറൻറ്റ് ആർട്ടീരിയോൾ എന്ത് ചെയ്യും? അഗെയിൻ ഇറ്റ് വിൽ ഫോം എ നെറ്റ്വർക്ക് ഓഫ് ക്യാപ്പിലറീസ്. ആ ക്യാപ്പിലറികൾ സാധാരണ പോലെ വെന്യൂൾസ് ആവും. വെന്യൂൾസ് ജോയിൻ ചെയ്ത് വെയിൻ ആവും. ആ വെയിനാണ് നമുക്കറിയാം കിഡ്നിൻ്റെ പുറത്തേക്ക് വരുന്ന വെയിൻ. ദിസ് ഇസ് എ റീനൽ വെയിൻ. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് റീനൽ ആർട്ടറിയിൽ കൂടി പോകുന്നു, തിരിച്ചു വരുന്നത് റീനൽ വെയിൻ. അപ്പോൾ അവിടെ ഒന്നും ആ ഒരു പ്രത്യേകതകളോ വ്യത്യാസങ്ങളോ ഇല്ല. ഇങ്ങനെ ഒരു ഇടയ്ക്ക് ഇങ്ങനെ ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ ഈ ആർട്ടീരിയോൾ ഫോം ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ ഇത്രയുമാണ് ഗ്ലോമറുലസിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഗ്ലോമറുലസ് ഉള്ളത് എവിടെയാണ്? കോർട്ടിക്സിലാണ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഈ ഓരോ ആർട്ടീരിയോളും കോർട്ടിക്സിൽ എത്തിയിട്ടാണ് ഏറ്റവും ചെറിയ ആർട്ടീരിയോൾ, അങ്ങനത്തെ ഒരു ആർട്ടീരിയോളാണ് നമ്മൾ കോർട്ടിക്സിൽ കാണുക. സോ അത്തരം ആർട്ടീരിയോൾ കോർട്ടിക്സിലാണ് ഈ പറഞ്ഞ ഗ്ലോമറുലസ് ഉണ്ടാക്കുന്നതും പിന്നീട് ഇഫറൻറ്റ് ആർട്ടീരിയോളായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതും. ഓക്കെ, സോ ഈ ഗ്ലോമറുലസിൻ്റെ അതായത് ഒരു കിഡ്നിയിൽ തന്നെ ഒരു കിഡ്നിയുടെ കോർട്ടിക്സിൽ തന്നെ ഏതാണ്ട് ഇതുപോലെയുള്ള 1 മില്യൺ അല്ലെങ്കിൽ എബവ് 1 മില്യൺ ഗ്ലോമറുലൈ ഉണ്ടെന്നാണ് പറയുക ഒരു കിഡ്നിയുടെ കോർട്ടിക്സിൽ തന്നെ. അപ്പോൾ എത്രമാത്രം ചെറിയ സ്ട്രക്ചേഴ്സ് ആയിരിക്കും ഇത്, അല്ലേ? ഒരു കിഡ്നിയുടെ കോർട്ടിക്സിൽ തന്നെ ഏതാണ്ട് 1 മില്യണോളം ഗ്ലോമറുലൈകൾ ഉണ്ടാവും എന്നാണ് പറയുക. അപ്പോൾ ഈ ഓരോ ഗ്ലോമറുലസും ഫൈനലി അതൊരു നെഫ്രോണിൻ്റെ ഒരു ബിഗിനിങ് പാർട്ടാണ്. നമ്മളിതിനെ ഈ ഒരു ഹോൾ യൂണിറ്റിനെയാണ് നെഫ്രോൺ എന്ന് പറയുക.
ഈ എഫറന്റ് ആർട്ടീരിയോളിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന ഈ ഗ്ലോമറുലസ് ആക്ച്വലി നെഫ്രോണിന്റെ ഒരു തുടക്കമാണ്. നമ്മൾ ഈ പറയുന്ന ആ ഒരു കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റ്സ് ആയിട്ടുള്ള നെഫ്രോൺസിന്റെ തുടക്ക ഭാഗമാണ് ഈ ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. സോ ഈ ഗ്ലോമറുലസിനെ ചുറ്റി ഈ പറഞ്ഞ പോലെ ഈ ബഞ്ച് ഓഫ് ബോൾ ഷേപ്പിലുള്ള ബഞ്ച് ഓഫ് കാപ്പിലറി ആയിട്ടുള്ള ഈ ഗ്ലോമറുലസിനെ ചുറ്റി നമുക്കൊരു കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ കാണാം. ഇതിനെയാണ് നമ്മൾ ബോമാൻ ക്യാപ്സ്യൂൾ എന്ന് പറയും. ഓക്കെ, ഈ ബ്ലാക്ക് ആയിട്ട് കാണുന്ന ഗ്ലോമറുലസിന് ചുറ്റുമായിട്ടിരിക്കുന്ന ഒരു കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ, അതിനെയാണ് നമ്മൾ ബോമാൻ ക്യാപ്സ്യൂൾ എന്ന് പറയും. അപ്പോൾ ആ ബോമാൻ ക്യാപ്സ്യൂളിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് ഒരു ലോങ് ട്യൂബ്യൂൾ ഉണ്ട്. ട്യൂബ് എന്നുള്ളതിന്റെ ഒരു സ്മോൾ വേർഷനെയാണ് നമ്മൾ ട്യൂബ്യൂൾ എന്ന് പറയുക. ഇപ്പൊ വെയിനിന്റെ സ്മോൾ ടൈപ്പിനെ വെന്യൂൾ, ULE എന്ന് പറഞ്ഞാൽ അത് സംതിങ് സ്മോളർ എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഒരു ട്യൂബ് എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഇസ് വെരി സ്മോൾ, മൈക്രോസ്കോപ്പിക്. അതുകൊണ്ട് നമ്മൾ ആ ട്യൂബിന്റെ സ്മോൾ വേർഷനെ എന്ത് പറയുന്നു, ട്യൂബ്യൂൾ എന്ന് പറയും. സോ ഈ ബോമാൻ ക്യാപ്സ്യൂൾ കണ്ടിന്യൂ ചെയ്യുന്നത് ഒരു ലോങ് ആൻഡ് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ട്യൂബ്യൂൾ ആയിട്ടാണ്. അതിനെ നമ്മൾ റീനൽ ട്യൂബ്യൂൾ എന്നാണ് പറയുക. അപ്പോൾ പ്രധാനമായിട്ടും നെഫ്രോണിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഗ്ലോമറുലസിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന ആർട്ടീരിയോളിനെ എഫറന്റ് എന്നും, അത് അവിടുന്ന് ബ്ലഡ് തിരിച്ചു കൊണ്ടുപോകുന്നതിനെ ഇഫറന്റ് ആർട്ടീരിയോൾ എന്ന് പറയും. സോ ഇവരുടെ ഇടയിലാണ് ഈ ഗ്ലോമറുലാർ കാപ്പിലറികൾ ഉള്ളത്. സോ ഈ ഗ്ലോമറുലസിനെ സറൗണ്ട് ചെയ്തിട്ട് റീനൽ ട്യൂബ്യൂളിന്റെ ബിഗിനിങ് ആയിട്ട് വരുന്ന ഒരു കപ്പ് ഷേപ്ഡ് സ്ട്രക്ചറിനെയാണ് ഈ ബോമാൻ ക്യാപ്സ്യൂൾ എന്ന് പറയുക. സോ ബോമാൻ ക്യാപ്സ്യൂൾ വിൽ ബി ഫൈനലി നാരോയിങ് ആൻഡ് continuing as a long and twisted tubule known as the renal tubule. അപ്പോൾ ഈ ഗ്ലോമറുലസിലും ബൊമാൻ ക്യാപ്സ്യൂളിലും അതുപോലെ റീനൽ ട്യൂബ്യൂളിലും ഒക്കെ ആയിട്ടാണ് യൂറിൻ ഫോർമേഷൻ നടക്കുക. സോ ഫൈനലി ഇവിടെ ഉണ്ടാകുന്ന ട്യൂബ്യൂളിൽ ഉണ്ടാകുന്ന യൂറിൻ കളക്ട് ചെയ്യുന്ന ഒരു കുറച്ചുകൂടി വലിയ ഒരു ട്യൂബ്യൂളിനെയാണ് നമ്മൾ കളക്റ്റിംഗ് ട്യൂബ്യൂൾ എന്ന് പറയും. സോ ഈ കളക്റ്റിംഗ് ട്യൂബ്യൂൾസ് ഫൈനലി നമ്മുടെ മെഡുല്ലയുടെ ഒക്കെ ഏരിയയിലേക്കാണ് കളക്റ്റിംഗ് ട്യൂബ്യൂൾ വരിക. സോ അവിടെ നിന്നാണ്, മെഡുല്ലയിൽ നിന്നാണ് കളക്റ്റിംഗ് ട്യൂബ്യൂളുകൾ വന്ന്, നമ്മൾ അന്ന് പഠിച്ചിരുന്നു പെൽവിസ് എന്ന് പറഞ്ഞ കിഡ്നിക്കയുടെ ഒരു ഏരിയ ഉണ്ട്, പെൽവിസ് എന്ന് പറയും. സോ ആ ഒരു പെൽവിസിലേക്ക് വന്ന് യൂറിൻ എം ടി ആവുന്നു. അവിടെ നിന്നാണ് പിന്നീട് യൂറേറ്ററിലേക്ക് താഴേക്ക് ഒഴുകുക. സോ നമുക്ക് അത്രയും ഈ ഒരു കളക്റ്റിംഗ് ട്യൂബ്യൂൾ വരെയുള്ള ഈ ഓരോ ഏരിയയിലും എങ്ങനെയാണ് യൂറിൻ ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ബ്ലഡ് റീനൽ ആർട്ടറി വഴി വളരെ ഹൈ പ്രഷറിൽ ഒഴുകി വരുന്നു. അത് ഫൈനലി ഈ പറഞ്ഞ കോർട്ടെക്സിൽ ഇരിക്കുന്ന ഈ എഫറന്റ് ആർട്ടീരിയോൾ വരെയും ഈ ബ്ലഡാണ് ഒഴുകുന്നത്. ഈ ഒരു സിസ്റ്റം അവിടെയുണ്ട്. സോ ബ്ലഡ് വിൽ ബി ഫ്ലോയിങ് ത്രൂ ദ എഫറന്റ് ആർട്ടീരിയോൾ എന്നത് ഗ്ലോമറുലാർ കാപ്പിലറികളിൽ കൂടി ഒഴുകുന്നു. അങ്ങനെ ഗ്ലോമറുലാർ കാപ്പിലറികളിൽ കൂടി ഒഴുകുന്ന സമയത്ത്, ബ്ലഡ് ഒഴുകുന്ന സമയത്ത് കുറച്ച് ഹൈ പ്രഷറിലുമാണ് ഈ ബ്ലഡ് ഒഴുകുന്നത്. സോ ആ ഒരു പ്രഷറിന്റെ ഇഫക്റ്റിലും, പിന്നെ ഈ ഗ്ലോമറുലാർ കാപ്പിലറീസ് എന്ന് പറയുമ്പോൾ അവരുടെ ആ കാപ്പിലറിയുടെ ഭിത്തി, അതിപ്പോൾ ഏത് കാപ്പിലറികളായാലും അവരുടെ ഭിത്തി എന്ന് പറയുന്നത് നമ്മൾ പറയും നിറയെ പോർസ് ഉണ്ട്, നിറയെ ഓപ്പണിങ്സ് ഉണ്ട്, വളരെ തിന്നാണ്, ഒരു സിംഗിൾ ലെയർ ഓഫ് എൻഡോത്തീലിയമാണ് ആകെ ഉള്ളത് കാപ്പിലറിയുടെ ഭിത്തി. അപ്പോൾ ആ സിംഗിൾ ലെയർ ഓഫ് എൻഡോത്തീലിയം ഒരു സിംഗിൾ സെൽ തിക്കായിട്ടുള്ള ഒരു ഭിത്തി. മാത്രമല്ല ഇടയിലൊക്കെ ഇങ്ങനെ ഓപ്പണിങ്സ് ഉണ്ടാവും, ഫെനസ്ട്രേറ്റഡ് എന്നാണ് പറയുക, ഇങ്ങനെ ചെറിയ 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 പോർസ് ഉള്ള ഒരു ഭിത്തിയാണ്. സോ ഈ ഗ്ലോമറുലർ കാപ്പിലറി വാളിൽ കൂടി ബ്ലഡ് ഇതുവഴി ഒഴുകുന്നു. ബ്ലഡിന് ബ്ലഡ് ഒഴുകുന്നത് ഈ കാപ്പിലറിയുടെ ഉള്ളിൽ കൂടി. സോ കാപ്പിലറിയുടെ ഭിത്തിയാണ് ശരിക്കും ഇവിടുത്തെ ഒരു ഫിൽട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്രധാനപ്പെട്ട ഒരു അരിപ്പ പോലെ പ്രവർത്തിക്കുന്നത് ആരാണ്? ഈ കാപ്പിലറിയുടെ ഭിത്തിയാണ്. അതാണ് നമ്മൾ പറഞ്ഞത് കാപ്പിലറി വാൾ ഇസ് ഹാവിങ് ടു മെനി പോർസ്. ഓക്കെ, വളരെ ഓപ്പണിങ്സ്, ഹോൾസ് ഉള്ള ഒരു കാപ്പിലറി വാളാണിതിന്. സോ അങ്ങനെ ഈ ഒഴുകുന്ന ബ്ലഡിൽ നിന്ന് ഈ കാപ്പിലറി വാളിലുള്ള ചെറിയ ചെറിയ ഹോളുകളിൽ കൂടി പോകാൻ പറ്റുന്ന, പുറത്തേക്ക് കടക്കാൻ പറ്റുന്ന അത്ര ചെറിയ പാർട്ടിക്കിൾസ്, ബ്ലഡിലുള്ള ചെറിയ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? നേരെ ഈ ഗ്ലോമറുലാർ കാപ്പിലറി വാളിൽ കൂടി ഈ ബൊമാൻ ക്യാപ്സ്യൂളിലേക്ക് ഫിൽട്ടേർഡ് ആവും. ഓക്കെ, കിഡ്നി എപ്പോഴും യൂറിൻ ഫോം ചെയ്യുന്നത്, അതിൻ്റെ ഒരു മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഫിൽട്രേഷൻ ആണ്. ഓക്കെ, ഫിൽട്രേഷൻ എന്ന് പറയുമ്പം ഫിൽട്രേഷൻ്റെ അർത്ഥം തന്നെ ഇതാണ്, എല്ലാ കമ്പോണൻസും, എന്തിനെങ്കിലും നമ്മൾ ഫിൽട്ടർ ചെയ്യുമ്പോൾ അതിലുള്ള എല്ലാ കമ്പോണൻസിനും വരാൻ പറ്റില്ല.
അല്ലേ? കുറേ കമ്പോണൻസ് അവിടെ തന്നെ ഇരിക്കും. ഈ പ്രധാനമായിട്ടും സൈസിൻ്റെ ബേസിസിലാണ് ഇത് നടക്കുന്നത്. ഒരു പർട്ടിക്കുലർ ആ കാപ്പിലറി വാളിലുള്ള ചെറിയ ചെറിയ ഹോൾസിൽ കൂടി പോകാൻ പറ്റുന്നത്ര സൈസുള്ള ബ്ലഡിലുള്ള കമ്പോണൻസ് ഒക്കെ പുറത്ത് കിടക്കും, ബൊമാൻ ക്യാപ്സ്യൂളിലേക്ക് വരും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന് പറയുക. ഓക്കെ, ഗ്ലോമറുലസിൽ നിന്ന് ബൊമാൻ ക്യാപ്സ്യൂളിലേക്ക് ബ്ലഡിൻ്റെ കുറേ ഭാഗം ഫിൽറ്റേർഡ് ആവുന്നു. അപ്പോൾ അത് ബൊമാൻ ക്യാപ്സ്യൂളിലേക്കാണ് വരിക. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫിൽട്രേറ്റ് എന്ന് പറയും. ആ ഒരു that part of the blood which is filtered into the Bowman capsule is called the glomerular filtrate. അപ്പോൾ എന്തൊക്കെയാണ് ഇങ്ങനെ ഫിൽറ്റേർഡ് ആവുന്നത്, ബ്ലഡിൽ നിന്ന് എന്തൊക്കെയാണ് ഈ ഗ്ലോമറുലാർ കാപ്പിലറി വാൾ വഴി ബൊമാൻ ക്യാപ്സ്യൂളിലേക്ക് ഫിൽറ്റേർഡ് ആവുമെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും യൂറിയ പോലെയുള്ള വേസ്റ്റുകൾ, അവരെയാണല്ലോ പ്രധാനമായിട്ടും നമ്മൾ ബ്ലഡിൽ നിന്ന് പുറന്തള്ളാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ യൂറിക് ആസിഡ് പോലെയുള്ള വേസ്റ്റുകൾ, ക്രിയാറ്റിനിൻ. ഓക്കെ, പിന്നെ അതുകൂടാതെ വാട്ടർ മോളിക്യൂൾസ് സ്വതവേ ചെറുതാണ്. സോ വാട്ടർ മോളിക്യൂൾസിനും ഈ പറഞ്ഞ ചെറിയ പോർസ് വഴി ബൊമാൻ ക്യാപ്സ്യൂളിലേക്ക് ഫിൽറ്റേർഡ് ആവാൻ സാധിക്കും. അതുകൂടാതെ പിന്നെ ഗ്ലൂക്കോസ്, ഓക്കെ, ഷുഗർ, നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് മോളിക്യൂൾസിനും they can also get filtered into the Bowman capsule. പിന്നെ അതുകൂടാതെ നമ്മൾ അയൺസ് അല്ലെ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയില്ലേ, ഇപ്പോൾ സോഡിയം, പൊട്ടാഷ്യം, ക്ലോറൈഡ്, അങ്ങനെയുള്ള ഇലക്ട്രോലൈറ്റ്സ് അല്ലെങ്കിൽ മിനറൽസ്, സോ ദേ ഓൾസോ ഗെറ്റ് ഫിൽറ്റേർഡ് ഇൻ ടു ദ ബൊമാൻ ക്യാപ്സ്യൂൾ. അപ്പോൾ ഇതൊക്കെയാണ് ആ ബൊമാൻ ക്യാപ്സ്യൂളിൽ ഇപ്പോൾ ഇരിക്കുന്ന ഫിൽട്രേറ്റിലെ പ്രധാന കമ്പോണൻസ്. യൂറിയ പോലെയുള്ള വേസ്റ്റുകൾ ഉണ്ടാവും, അതേപോലെ ഗ്ലൂക്കോസ് ഉണ്ടാവും, സോഡിയം ആൻഡ് പൊട്ടാഷ്യം, അതുപോലെയുള്ള മിനറൽസ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സ്, പിന്നെ വാട്ടർ. ഇത്രയും ആണ് പ്രധാനമായിട്ടും ഈ ഒരു ഫിൽട്രേറ്റിൻ്റെ കണ്ടൻസ് എന്ന് പറയുന്നത്. സോ ഈ ഫിൽട്രേറ്റ് ആണ് പിന്നീട് നമുക്കറിയാലോ ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു, ലോങ് മാത്രമല്ല ഇങ്ങനെ കുറേ ട്വിസ്റ്റഡ് ആണ്, ഇങ്ങനെ കോയിൽഡ് ആയിട്ടുള്ള ഒരു ട്യൂബ്യൂളാണ്. ഈ ട്യൂബ്യൂളിന് തന്നെ ആക്ച്വലി 3 ഭാഗങ്ങളുണ്ട്. ഈ ആദ്യത്തെ ബൊമാൻ ക്യാപ്സ്യൂളിൽ നിന്ന് തുടങ്ങി ആദ്യത്തെ ഒരു സെക്ഷനെ നമ്മൾ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് പറയും. കൺവല്യൂഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെ ട്വിസ്റ്റഡ് എന്ന അർത്ഥം. ഓക്കെ, ദിസ് ഇസ് കോൾഡ് പ്രോക്സിമൽ, അതായത് ഈ ബ്ലൂ ഏരിയ വരെ, ഓക്കെ, ഇത്രയും ഇവിടുന്ന് തുടങ്ങി ഈ ഒരു ഏരിയ വരെ ഉള്ളതാണ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് പറയും. ആൻഡ് അതിനുശേഷം ഒരു വലിയ ലൂപ്പാണ് ഉണ്ട്, ഒരു ലൂപ്പ് യു ക്യാൻ സീ ബ്ലൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇത് ഈ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ, ഏതാണ്ട് ഇങ്ങനെ ഒരു വലിയൊരു നീളത്തിലുള്ള ഒരു യു പോലെ ഇരിക്കും. ഇതിനെയാണ് നമ്മൾ ലൂപ്പ് ഓഫ് ഹെൻലി എന്ന് പറയുന്നത്. ഓക്കെ, ലൂപ്പ് ഓഫ് ഹെൻലി. ആൻഡ് ദെൻ ഇറ്റ് വിൽ ബി കണ്ടിന്യൂയിങ് ആസ് ദ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. അതാണ് ഇവിടം തുടങ്ങി ഇവിടെ വരെ കളക്റ്റിംഗ് ട്യൂബ്യൂൾ വരെ പോകുന്നതാണ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ഓക്കെ, കൺവല്യൂട്ടഡ് മീൻസ് ട്വിസ്റ്റഡ്. അപ്പോൾ ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് ഈ ട്യൂബ്യൂളിനെ ഡിവൈഡ് ചെയ്യാം. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ദെൻ കംസ് ദ ഹെൻലി ലൂപ്പ്, and finally the distal convoluted tubule finally opening into the collecting tubule. Collecting tubule നിന്നാണ് പിന്നീട് മെഡുല്ലയിലേക്കും പിന്നെ അവിടുന്ന് പെൽവിസിലേക്കും യൂറിൻ വരിക. ഓക്കെ, സോ ഇവിടെ ഈ കളക്റ്റിംഗ് ട്യൂബ്യൂൾ കഴിഞ്ഞിട്ട് ഇവിടെ കളക്റ്റിംഗ് ട്യൂബ്യൂൾസിൻ്റെ ആ ഒരു അടിഭാഗം എത്തുമ്പോഴാണ് ശരിക്കും യൂറിൻ കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്യുക, യൂറിൻ ഫോർമേഷൻ പൂർത്തിയാകുന്നത്. സോ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു റീനൽ ട്യൂബ്യൂളിലേക്കാണ് ഈ ബൊമാൻ ക്യാപ്സ്യൂളിൽ നിന്ന് പിന്നെ റീനൽ ട്യൂബ്യൂളിലേക്ക് ഈ ഫിൽട്രേറ്റ് പോകും. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞ്, ആ ഫിൽട്രേറ്റ് ബൊമാൻ ക്യാപ്സ്യൂളിൽ നിന്ന് പിന്നെ ട്യൂബ്യൂളുകൾ വഴി പോകാൻ തുടങ്ങുന്നു. സോ എപ്പോഴും നമ്മൾ ഈ കാണുന്ന ട്യൂബ്യൂളിൻ്റെ ചുറ്റും ആയിട്ട് കുറേയധികം കാപ്പിലറികൾ ഉണ്ടാവും. ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞില്ലേ ഈ ഇഫറൻറ്റ് ആർട്ടീരിയോൾ തന്നെ വീണ്ടും ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. സോ എന്തായാലും അതിൻ്റെയൊക്കെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ധാരാളം കാപ്പിലറികൾ, ഓക്കെ, ഈ ട്യൂബ്യൂൾസിൻ്റെ ചുറ്റുമായിട്ട് അവരുടെ ഇടയിലും അവരുടെ ചുറ്റുമായിട്ടൊക്കെ നമുക്ക് കാണാം. അവരെയാണ് നമ്മൾ പെരിട്യൂബുലാർ കാപ്പിലറീസ് എന്ന് പറയും. ഓക്കെ, ട്യൂബ്യൂളുകൾക്ക് ചുറ്റുമായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന കുറേ കാപ്പിലറികൾ. സോ ദേ വിൽ ബി ഇൻ ക്ലോസ് കോൺടാക്ട് വിത്ത് ദ ട്യൂബ്യൂൾ. സോ അവിടെയാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റെപ്സ്, യൂറിൻ ഫോർമേഷൻ സ്റ്റെപ്സ് നടക്കുക. ഓക്കെ, അതായത് പ്രധാനമായിട്ടും ഈ ട്യൂബ്യൂളിനും അതേപോലെ ട്യൂബ്യൂളിനെ ചുറ്റി അല്ലെങ്കിൽ അവരോട് ചേർന്ന് കിടക്കുന്ന കാപ്പിലറികൾക്കും തമ്മിൽ. ഓക്കെ, സോ നമുക്ക് ആ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താന്ന് നോക്കാം. ഇറ്റ് ഇസ് കോൾഡ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ എന്ന് പറയും. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് പറഞ്ഞ് ഫോം ചെയ്തിരിക്കുന്നത് എന്താ പറയുക, അതൊരു ജസ്റ്റ് സിംപ്ലി ബേസ്ഡ് ഓൺ ഒരു സൈസ് ഒക്കെയാണ്.
സൈസിൻ്റെ ബേസിസിൽ ഓക്കെ പോകാവുന്ന ചെറിയ സൈസ് ഉള്ളതൊക്കെ എന്ത് ചെയ്തു, ഫിൽറ്റേർഡ് ആയി. അത് എന്ന് വെച്ചിട്ട് നമുക്ക് അത് മുഴുവനും ബോഡിയിൽ നിന്ന് കളയാനുള്ള സബ്സ്റ്റൻസസ് അല്ല. ഓക്കെ, അങ്ങനെ അത് ഈ ഗ്ലോമറുലാർ ഫിൽട്രേഷന് ഒരു റേറ്റ് ഉണ്ട്, GFR നമ്മൾ പറയും. അതായത് ഒരു മിനിറ്റിൽ 2 കിഡ്നിയിലും കൂടിയുള്ള കാര്യമാണ് പറയുന്നത്. 2 കിഡ്നിയിലും കൂടെ 1 മിനിറ്റിൽ ഫിൽറ്റേർഡ് ആവുന്നത് ഏതാണ്ട് 125 or 120 to 125 ml ആണ്. 120 to 125 ml per minute എന്ന് പറയും. ഇതാണ് നമ്മൾ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയാം. ഓക്കെ, ഒരു ടോട്ടൽ എമൗണ്ട് ഓഫ് ഫിൽട്രേറ്റ് ഫോംഡ് ഓൾ ടുഗദർ ഇൻ ബോത്ത് കിഡ്നി കേട്ടോ. 2 കിഡ്നിയിലും കൂടെ 1 മിനിറ്റിൽ ഫോം ചെയ്യുന്നത് എത്രയാണ്? 120 to 125 ml ആണ്. ഓക്കെ, അത്രയും ഫിൽട്രേറ്റ് ആണ്. ഇത് മുഴുവനും യൂറിനായിട്ട് പോവാന്ന് പറഞ്ഞാൽ ഏതാണ്ട് എത്രയോ ലിറ്റേഴ്സ് വരും. ഒരു ഓൾമോസ്റ്റ് ഒരു 180 ലിറ്റേഴ്സ് ഒക്കെ വരും നമ്മളൊരു പെർ ഡേ എന്നൊക്കെ പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ യൂറിൻ നമ്മൾ പാസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അപ്പോൾ ഇത്രയും 120 ml 1 മിനിറ്റിൽ ഉണ്ടായാലും അതിൻ്റെ ഒരു 99% തിരിച്ച് നമ്മൾ എന്താ പറയുക, ബ്ലഡിലേക്ക് തന്നെ പോവുകയാണ് പതിവ്. അതിലൊരു 1% മാത്രമാണ് നമുക്ക് ശരിക്കും യൂറിൻ ഔട്ട്പുട്ടായിട്ട്, യൂറിൻ പുറത്തേക്ക് പോകാനുള്ള യൂറിനായിട്ട് കളക്റ്റിംഗ് ട്യൂബ്യൂളിൽ വരിക. അപ്പോൾ അതാണ് ഇനി ഗ്ലോമറുലാർ ഫിൽട്രേഷൻ കൊണ്ട് ഒരിക്കലും യൂറിൻ ഫോർമേഷൻ അവസാനിക്കുന്നില്ല. പുറകെ 2 സ്റ്റെപ്പുകളും കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ രണ്ടാമത്തെ സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ പറഞ്ഞ ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ എന്ന് പറയും. അതായത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഈ ഫിൽട്രേറ്റ് അതേപടി യൂറിനായിട്ട് പോകാൻ പറ്റില്ല. ബോഡിക്ക് ആവശ്യമുള്ളതൊക്കെ അതിൽ നിന്ന് തിരിച്ചെടുക്കണം. ഇത് അതേപടി പോയാൽ ശരിയാവില്ല. ഓക്കെ, സോ അതാണ് റീഅബ്സോർപ്ഷൻ എന്നുള്ളതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, ട്യൂബ്യൂളിൽ കൂടി ഫിൽട്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ ഫിൽട്രേറ്റ് ഇങ്ങനെ ഒഴുകി പോകുന്ന സമയത്ത് ട്യൂബ്യൂളിനും ട്യൂബ്യൂളിൻ്റെ അടുത്ത് കൂടി പോകുന്ന മേ ബി ഇതുപോലെയുള്ള ചെറിയ ക്യാപ്പിലറികൾ ഉണ്ടാവും. സോ ഈ ക്യാപ്പിലറികൾക്കും ഈ ട്യൂബ്യൂളിനും ഇടയിൽ നടക്കുന്ന പ്രോസസ്സുകളാണ് 2ഉം 3ഉം സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ. ഓക്കെ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ ഒക്കേഴ്സ് ലൈക്ക് ഇതുപോലെ. അതായത് ട്യൂബ്യൂളിലുള്ള ആ ഒരു ആവശ്യമുള്ള കുറച്ച് ഘടകങ്ങൾ എന്ത് ചെയ്യുന്നു, തൊട്ടടുത്തുള്ള ഈ ക്യാപ്പിലറികളിലേക്ക്, ഇപ്പം ഈ ട്യൂബ്യൂളിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഈ പെരിട്യൂബുലാർ ക്യാപ്പിലറികളിലേക്ക് പാസ് ചെയ്യുന്നു. ഓക്കെ, റീഅബ്സോർബ് ചെയ്യാണ്. ബ്ലഡിലേക്ക് ഇനിയും നമുക്ക് യൂറിനായിട്ട് പോകാനുള്ളതല്ലാത്ത ഫിൽട്രേറ്റിൽ എന്തൊക്കെയുണ്ടോ അല്ലേ, ഇത് മുഴുവനും യൂറിനായിട്ട് പോയാൽ പറ്റില്ല. ഇതിൽ കുറേ കാര്യങ്ങൾ ബോഡിക്ക് ഇനിയും ആവശ്യമുള്ളതുണ്ട്. സോ ദേ ഷുഡ് ബി ടേക്കൺ ബാക്ക് ടു ദ ബ്ലഡ്. അപ്പോൾ അതാണ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബോഡിക്ക് ആവശ്യമുള്ളതൊക്കെ ഫിൽട്രേറ്റിൽ നിന്ന് തിരിച്ചെടുക്കുന്നു. സോ ദിസ് ഇസ് എ സെക്കൻഡ് സ്റ്റെപ്പ്. ഓക്കെ, ഇത് നമുക്ക് ഈ ഫിൽട്രേഷൻ പ്രോസസ്സാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ the tubule, from the tubule certain important necessary substances will be taken back to blood. അപ്പോൾ അതാണ് ഈ ഡയറക്ഷൻ പറയുന്നത് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ. സോ എന്തൊക്കെയാണ് ഈ തിരിച്ചെടുക്കുന്നത്, ട്യൂബുലാർ റീഅബ്സോർപ്ഷനിൽ എന്തൊക്കെയാണ് ബ്ലഡിലേക്ക് ഫിൽട്രേറ്റ് ആയി പോയതാണ് എന്നിട്ട് വീണ്ടും തിരിച്ച് ബ്ലഡിലേക്ക് വരുന്നത് എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനമായിട്ട് വാട്ടർ നമ്മളിപ്പോൾ ഫിൽറ്റേർഡ് ആയ വാട്ടർ മുഴുവനും യൂറിനായിട്ട് പോകാനുള്ളതല്ല. ബോഡിക്ക് എത്രമാത്രം വാട്ടർ ആവശ്യമുണ്ടോ അതനുസരിച്ച് എന്ത് ചെയ്യും, ആവശ്യമുള്ളത്ര എമൗണ്ട് വാട്ടർ തിരിച്ച് ബ്ലഡിലേക്ക് തന്നെ പോകും. അപ്പോൾ ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ഹോർമോൺസ് ആണ്. നമ്മളിനി എൻഡോക്രൈൻ സിസ്റ്റം ഒക്കെ പഠിക്കുമ്പോൾ അന്നേരം ഇതൊക്കെ ഡിസ്കസ് ചെയ്യാം. ഹോർമോണുകളാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. എത്രമാത്രം വാട്ടർ തിരിച്ച് ബ്ലഡിലേക്ക് എടുക്കപ്പെടണം, എത്ര വാട്ടർ യൂറിനിൽ തന്നെ നിലനിൽക്കണം എന്ന് തീരുമാനിക്കുന്നത് ഹോർമോണുകളൊക്കെയാണ്. ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദ കിഡ്നി. ഓക്കെ, അപ്പോൾ വാട്ടർ വിൽ ബി ടേക്കൺ ബാക്ക്. മുഴുവൻ വെള്ളമല്ല, കുറച്ച് ആവശ്യമുള്ള, നമ്മളിപ്പോൾ നമുക്കൊരു സമ്മർ സീസണൊക്കെ ആണെങ്കിൽ നമ്മൾ അധികം വേർക്കുന്നു. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ കൂടുതൽ വാട്ടർ തിരിച്ചെടുക്കും. സോ ദ യൂറിൻ വിൽ ബിക്കം ഫൈനലി കോൺസെൻട്രേറ്റഡ്. ഓക്കെ, നമുക്കറിയാലോ സമ്മറിലൊക്കെ യൂറിൻ വളരെയധികം കോൺസെൻട്രേറ്റഡ് ആണ്. കാരണം കിഡ്നീസ് പരമാവധി വെള്ളം പിടിച്ചു വയ്ക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം വെള്ളം അധികം വേറെ വഴികളിൽ കൂടി വെള്ളം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് യൂറിനിൽ കൂടി ഇനിയും ഒത്തിരി വാട്ടർ നഷ്ടപ്പെട്ടാൽ ശരിയാവില്ല. സോ കുറേ വാട്ടർ തിരിച്ചെടുക്കപ്പെടും. സോ നേരെ മറിച്ച് നമ്മൾ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പൊതുവേ നമ്മൾ സ്വെറ്റ് ചെയ്യാത്ത തരത്തിലുള്ള ഒരു ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിൽ
അത്ര കുറച്ച് വാട്ടർ മാത്രമേ റീഅബ്സോർബ് ചെയ്യുള്ളൂ. അപ്പോൾ വാട്ടർ വിൽ ബി റീഅബ്സോർബ്ഡ്, ഓക്കെ, അക്കോർഡിംഗ് ടു ദ റിക്വയർമെൻറ്റ്. ഓക്കെ, ഇനി മറ്റൊരു കമ്പോണൻറ്റ് തിരിച്ചു പോകുന്നത് ഗ്ലൂക്കോസ് ആണ്. സോ ഗ്ലൂക്കോസ് ഇവിടെ ഫിൽറ്റേർഡ് ആകുമെങ്കിലും തിരിച്ച് മുഴുവൻ ഗ്ലൂക്കോസും ഈ ഫിൽട്രേറ്റിലേക്ക് വന്നിരിക്കുന്ന ഗ്ലൂക്കോസ് മുഴുവനായിട്ടും തിരിച്ച് ബ്ലഡിലേക്ക് തന്നെ പോകും. ഓക്കെ, സോ ആ ബ്ലഡിലേക്ക് തിരിച്ചു പോകുന്നത് കൊണ്ട് സാധാരണ പറയുന്നത് എങ്ങനെയാണ്, ഗ്ലൂക്കോസ് ഒരിക്കലും നോർമലി യൂറിനകത്ത് ഉണ്ടാവാറില്ല. ഓക്കെ, ഈവൻ ഫിൽറ്റേർഡ് ആയിട്ടുണ്ട് നോർമലി, അങ്ങനെയാണ് ഫിൽട്രേഷനിൽ ഗ്ലൂക്കോസ് ബൊമാൻ ക്യാപ്സൂളിലേക്ക് വരുന്നുണ്ടെങ്കിലും the whole glucose filtered will be taken back during reabsorption. അതുകൊണ്ടാണ് നമ്മൾ നോർമലി യൂറിനിൽ ഗ്ലൂക്കോസ് ഇല്ല എന്ന് പറയുന്നത്. ഗ്ലൂക്കോസ് എപ്പോഴാണ് പിന്നെ പ്രസന്റ് ആവുന്നത്, നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസ് വളരെ ഹൈ ആയിരിക്കുമ്പോൾ, ഹൈപ്പർ ഗ്ലൈസീമിയ ഉള്ള, പ്രത്യേകിച്ച് ഡയബറ്റിസ് പോലുള്ള കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസിന് അവരുടെ ബ്ലഡിൽ വളരെയധികം ഹൈ ഗ്ലൂക്കോസ് ഉണ്ട്. അപ്പോൾ എത്രയൊക്കെ തിരിച്ചെടുത്താലും കുറച്ചെങ്കിലും ഗ്ലൂക്കോസ് യൂറിനിൽ ബാക്കി നിൽക്കും. So that is why diabetic patients are having some amount of glucose in their urine. അത് അങ്ങനെ വരാറില്ല, നോർമലി അങ്ങനെ പാടില്ല, നോ ഗ്ലൂക്കോസ് ഇൻ യൂറിൻ, അങ്ങനെയാണ് എപ്പോഴും കേട്ടോ. സോ ഗ്ലൂക്കോസ് വിൽ ബി ടേക്കൺ ബാക്ക്, വാട്ടർ വിൽ ബി ടേക്കൺ ബാക്ക്. അനദർ കമ്പോണൻറ്റ് റീഅബ്സോർബ്ഡ് എന്ന് പറയുന്നത് സോഡിയമാണ്. സോഡിയത്തിൻ്റെ കാര്യത്തിലും വാട്ടർ പോലെയാണ്, മുഴുവൻ സോഡിയം അല്ല തിരിച്ചെടുക്കുന്നത്, ബോഡിക്ക് എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് സോഡിയം വിൽ ബി ടേക്കൺ ബാക്ക്. ഇപ്പം നമ്മളൊരു സോൾട്ട് വളരെ കുറച്ച് കഴിക്കുന്നുള്ളൂ, റെസ്ട്രിക്റ്റഡ് ഡയറ്റാണ്, ഉപ്പ് കുറച്ചിട്ടുള്ള ഡയറ്റാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ ബോഡി എന്ത് ചെയ്യും, കൂടുതൽ സോഡിയം തിരിച്ചെടുക്കാൻ ശ്രമിക്കും. കാരണം ഉള്ള സോഡിയത്തിനെ ബോഡിക്ക് പ്രിസർവ് ചെയ്യണമല്ലോ. സോ സോഡിയം വളരെ കുറച്ച് മാത്രമേ അത് യൂറിനിൽ പോകാൻ അനുവദിക്കൂ. അപ്പോൾ അതാണ് നമ്മുടെ ബോഡിക്ക് എത്ര സോഡിയം ആവശ്യമുണ്ട് അനുസരിച്ചിട്ടാണ് സോഡിയം റീഅബ്സോർപ്ഷൻ. സോ ഇതൊക്കെയാണ് ട്യൂബുലർ റീഅബ്സോർപ്ഷനിൽ പ്രധാനമായിട്ടും തിരിച്ച് ബ്ലഡിലേക്ക് പോകുന്നത്, ഫിൽട്രേറ്റിൽ നിന്ന് ബ്ലഡിലേക്ക്. ഏതൊക്കെയാണ്, വാട്ടർ, ദെൻ സോഡിയം ആൻഡ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് മാത്രം മുഴുവനായിട്ട് തന്നെ തിരിച്ചു പോവുകയാണ് പതിവ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ സെക്കൻഡ് സ്റ്റെപ്പ്, ട്യൂബുലർ റീഅബ്സോർപ്ഷൻ. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അല്ലെ റീഅബ്സോർപ്ഷൻ നടന്നു, പക്ഷേ ആവശ്യമുള്ളത് ഇത് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഇവിടെ മാത്രമല്ല നടക്കുന്നത്, ഇറ്റ് ഇസ് ഹാപ്പനിങ് ത്രൂ ഔട്ട് ദ ട്യൂബ്യൂൾ കേട്ടോ. ഇവിടെ ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. ഈ പറഞ്ഞ റീഅബ്സോർപ്ഷൻ ഓരോരോ ഭാഗങ്ങളിലായിട്ടാണ് നടക്കുന്നത്, ഇത്രയും ലോങ് ആണല്ലോ. ഓക്കെ, സോ ദ തേർഡ് സ്റ്റെപ്പ് ഇസ് ട്യൂബുലാർ സെക്രീഷൻ എന്ന് പറയും. സെക്രീഷൻ എന്ന് പറഞ്ഞാൽ അതായത് യൂറിനിലേക്ക് പോവാനായിട്ട് ഇനിയും എന്തെങ്കിലും കമ്പോണൻസ്, ഇപ്പോൾ ഫിൽട്രേഷനിൽ വരാത്ത ഇനിയും എന്തെങ്കിലും ബ്ലഡിൽ നിന്ന് യൂറിനിലേക്ക് പോവാനുണ്ടെങ്കിൽ അത് ആക്റ്റീവായിട്ട് ആക്റ്റീവ് സെക്രീഷൻ എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഒരു ഡിഫ്യൂഷൻ ഒന്നുമല്ല, ഇങ്ങനെ ചില എൻസൈംസിൻ്റെ ഒക്കെ സഹായത്തോടെ ഈ ബ്ലഡിൽ നിന്ന് അത്തരം കമ്പോണൻറ്റുകളെ ഈ ട്യൂബ്യൂളിനുള്ളിലേക്ക് വിടും. അതാണ് നമ്മൾ ആക്റ്റീവ് സെക്രീഷൻ എന്ന് പറയും. അപ്പം അങ്ങനെ ബ്ലഡിൽ നിന്ന് വീണ്ടും ട്യൂബ്യൂളിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്യപ്പെടുന്ന കുറേ സബ്സ്റ്റൻസസ്. അപ്പോൾ അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് വൺ ഇസ് ദ തേർഡ് സ്റ്റെപ്പ് ഓഫ് യൂറിൻ ഫോർമേഷൻ വിച്ച് ഇസ് കോൾഡ് ട്യൂബുലാർ സെക്രീഷൻ. ഓക്കെ, അതായത് ഇനിയും ഓൾറെഡി ഫിൽട്രേഷനിൽ കുറേ കമ്പോണൻറ്റുകൾ വന്നു യൂറിനിലേക്ക്, ട്യൂബ്യൂളിലേക്ക്, ബട്ട് ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടി യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെയാണ് ഈ ട്യൂബുലാർ സെക്രീഷനിൽ ബ്ലഡിൽ നിന്ന് ട്യൂബ്യൂളിലേക്ക്. റീഅബ്സോർപ്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് ഇവിടെ കേട്ടോ. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും പൊട്ടാഷ്യം അയൺസ്, അത് കൂടുതലും വരുന്നത് നമുക്കറിയില്ല, സോഡിയം അയൺസ് കുറേയധികം തിരിച്ച് ബ്ലഡിലേക്ക് പോകുന്നു. സോ ഏതാണ്ട് അതിനനുസരിച്ചുള്ള ഒരു രണ്ടുപേരും പോസിറ്റീവ് അയൺസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് കുറച്ച് പൊട്ടാഷ്യം എന്ത് ചെയ്യുന്നു, ബ്ലഡിൽ നിന്ന് ട്യൂബ്യൂളിലേക്ക് യൂറിനിലേക്ക് പോകുന്നു. സോ അതാണ് K+ പൊട്ടാഷ്യം. പിന്നെ അതുകൂടാതെ നമ്മുടെ ഹൈഡ്രജൻ അയൺസ് ബ്ലഡിൽ നിന്ന് എഗെയിൻ ട്യൂബ്യൂളിലേക്ക് വരുന്നു. എന്തിനാന്ന് വെച്ചാൽ ബ്ലഡിൻ്റെ pH മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും കിഡ്നിക്ക് ഒരു റോളുണ്ട്. അപ്പോൾ അത് പ്രധാനമായിട്ടും ഇങ്ങനെയാണ് അത് ചെയ്യുക. അതായത് ഹൈഡ്രജൻ അയൺസ് ബ്ലഡിൽ കൂടുതലായി കഴിഞ്ഞാൽ ബ്ലഡിന് അസിഡിറ്റി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു അസിഡിറ്റിയുടെ ഒരു പ്രശ്നം ഒഴിവാക്കാൻ കുറച്ച് ഹൈഡ്രജൻ അയൺസും എന്ത് ചെയ്യുന്നു, ട്യൂബുലാർ സെക്രീഷനിൽ ബ്ലഡിൽ നിന്ന് ട്യൂബ്യൂളിലേക്ക് വരുന്നു. ഓക്കെ, പിന്നെ അതുകൂടാതെ ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന മരുന്നുകളിൽ ചിലതൊക്കെ കിഡ്നി വഴി എക്സ്ക്രീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ മരുന്നുകൾ പല രീതിയിലാണ് അവരുടെ എക്സ്ക്രീഷൻ വരിക.
ചിലപ്പോൾ ചിലത് ലിവർ ആയിരിക്കും മെറ്റബോളൈസ് ചെയ്ത് പുറത്തേക്ക് കളയുന്നത്, ചിലത് കിഡ്നി ആയിരിക്കും. സോ അങ്ങനെ കിഡ്നി വഴി എക്സ്ക്രീറ്റ് ചെയ്യേണ്ട മരുന്നുകളൊക്കെ യൂറിനിലേക്ക് വരുന്നത് ഈ ഒരു സ്റ്റെപ്പിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബ്ലഡിൽ നിന്ന് ആക്റ്റീവായിട്ട് ട്യൂബ്യൂളിലേക്ക് എത്തി യൂറിൻ വഴി പോകുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ആ സ്റ്റെപ്പാണ് നമ്മൾ ട്യൂബുലാർ സെക്രീഷൻ എന്ന് പറയുക. അപ്പോൾ ഈ 3 സ്റ്റെപ്സ് ഒക്കെ കഴിയും. ഇതും ഞാൻ പറഞ്ഞാൽ ഇവിടെ മാത്രമല്ല, ഇറ്റ് ഈസ് ഹാപ്പനിങ് ഓൾ ത്രൂ ഔട്ട് ദ ട്യൂബ്യൂൾ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് യൂറിൻ ഫൈനലി കളക്റ്റിംഗ് ട്യൂബ്യൂളിൽ എത്തുക. കളക്റ്റിംഗ് ട്യൂബ്യൂളിൽ വെച്ചിട്ടും കുറച്ചൊക്കെ വാട്ടർ റീഅബ്സോർപ്ഷൻ ഒക്കെ നടക്കുന്നുണ്ട്. സോ കളക്റ്റിംഗ് ട്യൂബ്യൂളിൻ്റെ ആ ഒരു എൻഡിലാണ് ശരിക്കും യൂറിൻ, നമ്മൾ പറയുന്ന യൂറിൻ എന്ന് പറയുന്ന ആ ഒരു ഫ്ലൂയിഡായിട്ട് അത് മാറുന്നത്. ഓക്കെ, ഈ പറഞ്ഞ പോലെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എക്സ്ചേഞ്ചുകളൊക്കെ നടന്ന് കളക്റ്റിംഗ് ട്യൂബ്യൂളിൽ എത്തുന്നു. കളക്റ്റിംഗ് ട്യൂബ്യൂളിൽ വെച്ചിട്ടും കുറച്ച് വാട്ടർ ഒക്കെ തിരിച്ച് ബ്ലഡിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് ഫൈനലി അറ്റ് ദ എൻഡ് ഓഫ് ദ കളക്റ്റിംഗ് ട്യൂബ്യൂൾ ദറ്റ് യൂറിൻ, ദ സൊല്യൂഷൻ കോൾഡ് യൂറിൻ വിൽ ബി ഫോംഡ്. ഓക്കെ, അതിൻ്റെ ഒരു യൂറിൻ ഫോർമേഷൻ കംപ്ലീറ്റ് ആവുന്ന അപ്പോഴാണ്. അപ്പോൾ ആ ഒരു യൂറിൻ എന്ന് പറയുന്ന സൊല്യൂഷൻ എടുത്താൽ, ഇത്രയൊക്കെ വാട്ടറൊക്കെ തിരിച്ച് എടുത്താൽ പോലും യൂറിൻ്റെ ഒരു 95% എന്താണ്, വാട്ടറാണ്. ഓക്കെ, 95% ഓഫ് യൂറിൻ ഇസ് വാട്ടർ ആൻഡ് ദ റെസ്റ്റ് 5% ആണ് നമ്മളിപ്പോൾ പറഞ്ഞ വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ പറഞ്ഞ പോലെ എന്താണ് പൊട്ടാഷ്യം പോലെയുള്ള അയൺസ്, അതുപോലെ ഹൈഡ്രജൻ അയൺസ്, പിന്നെ മരുന്നുകൾ, ഡ്രഗ്സ്, നമ്മൾ കഴിക്കുന്ന ഡ്രഗ്സ്, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കുറച്ച് സൊല്യൂട്ടുകളാണ് ഈ 5% എന്ന് പറയുന്നത്. അപ്പോഴും 95% എന്താണ്, വാട്ടർ തന്നെയാണ്. അപ്പോൾ ഇതാണ് യൂറിൻ്റെ ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്നത്. 95% വാട്ടറും ബാക്കി കുറച്ച് സൊല്യൂട്ടുകൾ, നമ്മളിപ്പോൾ പറഞ്ഞാൽ വേസ്റ്റ് മെറ്റീരിയൽസും ഇലക്ട്രോലൈറ്റ്സും ഹൈഡ്രജൻ അയൺസും എല്ലാം കൂടെ ചേർന്നതാണ് 5%. അപ്പോൾ ഈ യൂറിനാണ് പിന്നീട് കളക്റ്റിംഗ് ട്യൂബ്യൂൾ വഴി വന്ന് മെഡുലറി പിരമിഡ്സ് എന്ന് പറയും ഇവിടെ. ഓക്കെ, പിരമിഡ്സ് വഴി ഫൈനലി പെൽവിസിലേക്ക് വന്ന് ഫൈനലി നമ്മുടെ യൂറേറ്ററിലേക്ക് ഒഴുകിപ്പോകുന്നു. അപ്പോൾ ഇങ്ങനെയാണ് യൂറിൻ ഫോർമേഷൻ കംപ്ലീറ്റ് ആവുന്നത്. സോ ഈ 3 സ്റ്റെപ്സ് ആണുള്ളത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇസ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. കാരണം അത് നടന്നാൽ മാത്രമേ ഫിൽട്രേറ്റ് ഉണ്ടാവുകയും ഫിൽട്രേറ്റിൽ മാത്രമേ നമുക്ക് ഈ റീഅബ്സോർപ്ഷനും സെക്രീഷനും ഒക്കെ നടക്കുകയുള്ളൂ. ഫിൽട്രേറ്റ് ഉണ്ടാവാതെ ഇത് നടക്കില്ല. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇസ് ഓൾവേസ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. അപ്പോൾ അത് നടന്നാലാണ് പിന്നീട് അതിൽ നമ്മൾ എന്താ പറയുക, റീഅബ്സോർപ്ഷനും പിന്നെ സെക്രീഷനും ഒക്കെ നടക്കുകയുള്ളൂ. സോ ഈ ഒരു ഹോൾ യൂണിറ്റിനെയാണ് നമ്മൾ നെഫ്രോൺ എന്ന് പറയുക. സോ നെഫ്രോൺ ഈസ് ബേസിക്കലി സിറ്റിംഗ് ഇൻ ദ കോർട്ടെക്സ്. പിന്നെ ഇതിൽ തന്നെ ഇപ്പോൾ കളക്റ്റിംഗ് ട്യൂബ്യൂള്, ഈ ലൂപ്പ് ഓഫ് ഹെൻലി ഒക്കെ കുറച്ച് മെഡുല്ലയിലേക്കും വരുമെന്നാണ് പറയാറ്. അതർവൈസ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഗ്ലോമറുലസ്, ബൊമാൻ ക്യാപ്സ്യൂൾ, അങ്ങനെയുള്ളതെല്ലാം ഈ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസ്, ഇവരൊക്കെ കൂടുതലും കോർട്ടെക്സിലാണ്. ലൂപ്പ് ഓഫ് ഹെൻലി, കളക്റ്റിംഗ് ട്യൂബ്യൂളൊക്കെ കുറച്ച് നമ്മുടെ മെഡുല്ലയിലേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഏകദേശം ഒരു കിഡ്നി തന്നെ ജസ്റ്റ് കുറച്ച് 1 മില്യണിന് കുറച്ച് കൂടുതൽ ഉണ്ടാവും ഒരു കിഡ്നിയുടെ കോർട്ടെക്സിൽ. സോ 2 കിഡ്നിയിലും കൂടെ ആകുമ്പോഴത്തേക്കും ഏതാണ്ട് ഒരു 2.25 അത്രയും നമുക്ക് ഗ്ലോമറുലേ ഉണ്ടെന്ന്. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്, കിഡ്നിയിൽ ഇപ്പോൾ ഒരു കിഡ്നി ആയാലും നമ്മുടെ ഫിൽട്രേഷൻ നടന്ന് നമ്മുടെ വേസ്റ്റ് റിമൂവലൊക്കെ അത് മതി, അത് സഫീഷ്യൻ്റ് ആണെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണല്ലോ നമ്മൾ കിഡ്നി ഡൊണേറ്റ് ചെയ്യാനും ഒക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്താലും നമുക്ക് ഈ ഒരു കിഡ്നി തന്നെ ഇനഫാണ് നമ്മുടെ വേസ്റ്റ് റിമൂവലിന്. ഓക്കെ, പിന്നെ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ 120 or 125. ഓക്കെ, നമുക്കൊരു 125 എന്ന് പറയാം. ഇറ്റ് ഇസ് കോൾഡ് GFR എന്ന് പറയും. ഓക്കെ, GFR is 125 ml per minute. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കിഡ്നിയുടെ ഫങ്ഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാനുള്ള ഒരു ടെസ്റ്റും കൂടിയാണിത്, GFR എന്ന് പറയും. ഓക്കെ, എസ്റ്റിമേറ്റഡ് GFR എന്ന് പറയും. അപ്പോൾ ഇത്രയുമാണ് യൂറിൻ ഫോർമേഷൻ്റെ ഒരു ഉള്ളടക്കം. സോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇനി യൂറിൻ്റെ ഒരു ടെസ്റ്റുകളെ പറ്റി നമുക്കൊരു വീഡിയോ എടുക്കാം, അത് ഡിസ്കസ് ചെയ്യാം. സോ അടുത്ത വീഡിയോയിൽ കാണാം. സോ എല്ലാ വീഡിയോസും കാണുക, നിങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.